ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ശ്രദ്ധിച്ചേ, ഇതാ മാന്യന്മാരായിരുന്നു ഒരു ദേശത്തുള്ളവർ എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവരെങ്ങനെയാണ് മാന്യന്മാരായത്. അവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. നീ മാന്യയാകണമെങ്കിൽ നീ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ വചനം പഠിപ്പിക്കുകയാണ്. അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അപ്പോൾ മരിയനാടുകാര് മാന്യകളാകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണെന്നറിയാവോ? വചനം താല്പര്യത്തോടെ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം താല്പര്യത്തോടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തോട്, വചനത്തോട് നമുക്ക് അത്രമേൽ സ്നേഹമുണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇന്ന് വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുറച്ച് പേര് കൊണ്ടുവന്നു, കുറേയധികം പേർക്ക് മടിയുള്ളവരുണ്ട്. പേടിക്കേണ്ട. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് തന്നെ വചനം പറയുവാണ്, നിങ്ങൾക്ക് മാന്യതയുള്ളവരത് കൊണ്ടാണ്, നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. വചനം അവർ താല്പര്യത്തോടെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെറോയിലായിലുള്ളവർക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. അവർ എല്ലാ ദിവസവും വചനം വായിക്കുകയും അത് സത്യമാണോ എന്നറിയാൻ, അതായത് ദിവസവും വചനം വായിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. മരിയനാടുകാരെ, ദിവസവും വചനം ബൈബിൾ വായിക്കുന്നവരെന്ന് കൈപൊക്കിക്കേ. ദിവസവും ബൈബിൾ വായിക്കുന്നവര് കുറേ പേരുണ്ട്. വചനത്തെ നീ ബഹുമാനിച്ചാൽ വചനം നിന്നെ സംരക്ഷിക്കും. ഹല്ലേലൂയ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വിശുദ്ധ ഗ്രന്ഥം വീട്ടിലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ, ചിലരൊക്കെ വീടുകളിൽ ഈ ചില സ്ഥലങ്ങളിൽ കൊണ്ട് ബൈബിൾ ഇങ്ങനെ മൂലക്കിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇടരുത്. ചിലർ ബൈബിളിൻ്റെ മുകളിൽ കൊണ്ട് മൊബൈൽ ഫോൺ വയ്ക്കും, വേറെ പല സാധനങ്ങളും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ചിലർ ബൈബിളിൻ്റെ അകത്താണ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കിട്ടിയ രസീത് കുറ്റി, കല്യാണക്കുറി, അത് ഇത്, ചിലർ പൈസയൊക്കെ വയ്ക്കും. കാരണം ആരും തുറക്കിയല്ലാത്തത് കൊണ്ട് സുരക്ഷിതമായിട്ടിരുന്നോളും. അങ്ങനെ അതും ഇതും വെക്കേണ്ട സ്ഥലമല്ല ബൈബിൾ, കേട്ടോ. ആ ബൈബിളിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തെ വിശുദ്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാന്യന്മാരാകാൻ, അനുഗ്രഹീതരാവാൻ ചെയ്യേണ്ട കാര്യം വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വചനത്തോട് താല്പര്യം കാണിച്ചാൽ, വചനം വായിക്കാനും വചനം പഠിക്കാനും നമ്മൾ മനസ്സ് കാണിച്ചാൽ നമ്മുടെ ജീവിത നിലവാരം മാറും. നിനക്ക് വലിയ വീടില്ലെങ്കിലും, നിനക്ക് വലിയ കാറില്ലെങ്കിലും, നിനക്ക് വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും, നിനക്ക് നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ തക്കവണ്ണം ഒരു മാന്യത ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് സമ്മാനിക്കും. എപ്പോഴാണെന്നറിയാവോ? വചനത്തോടൊരു ബന്ധമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയേകി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് അഭിഷേകത്തിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. ഒരു പുതിയ അഭിഷേകം ഈ വ്യക്തിയിലേക്ക് വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ. ഈ മണ്ണിലേക്ക് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഈ അന്തരീക്ഷത്തിൽ വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയാൽ ഈ വ്യക്തികൾ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുന്നു. അതിനുശേഷം അൾത്താരയിലോട്ട് തിരിഞ്ഞ് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇന്നലെ നമ്മൾ പഠിച്ച ഒരു ദൈവവചനമാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സമ്മാനിച്ച ഒരു അത്ഭുത ദൈവവചനമാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നേറ്റു പറഞ്ഞ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. അതായത് ഈശോ ഒരു വ്യക്തിയെ ഒരു നിയോഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നത്, നീ എനിക്ക് സാക്ഷിയായിരിക്കും എന്നാ പറയണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ എനിക്ക് സാക്ഷിയായിരിക്കും. എന്നിട്ട് വചനം പറയുന്നൊരു കാര്യം, ജെറൂസലേമിലും യൂദയായിലും സമരിയായിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. എവിടെയൊക്കെയാണ് പറഞ്ഞ സ്ഥലങ്ങൾ പറഞ്ഞേ? ജെറൂസലേം, യൂദയ, സമരിയ. പറഞ്ഞേ മക്കള് പറഞ്ഞേ, ബോയ്സ് പറഞ്ഞേ, ബോയ്സ്. ജെറൂസലേം, ജെറൂസലേം, യൂദയ, സമരിയ. ആദ്യം നാട് നന്നാക്കുന്നതിന് മുമ്പ് ആദ്യം വീട് നന്നാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനാടുകാരെ പ്രത്യേകം ഇത് അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം നാട് നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം വീട് നന്നാക്കണം. അടുത്തിരിക്കുന്ന ആളോട് അതും കൂടെ പറഞ്ഞു കൊടുത്തേ, ആദ്യം നാട് നന്നാക്കുന്നതിന് മുമ്പ് നിന്റെ വീട് നന്നാക്കണം. നാടും വീടും നന്നാക്കുന്നില്ല. ആദ്യം നാട് നന്നാക്കുന്നതിന് മുമ്പ് വീട് നന്നാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവ രീതികൾ നമ്മുടെ വീട്ടിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മുടെ വീട്ടിലാണ് നമ്മുടെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കേണ്ടത്. ഈശോ 3 സ്ഥലങ്ങളെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ, ജെറുസലേമിലും സമരിയായിലും യൂദയായിലും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജെറുസലേം എന്നുള്ളത് നമ്മുടെ വീട്, യൂദയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശം, അതാണ് യൂദയ. ഉദാഹരണത്തിന് മരിയനാട് എന്ന് പറയുന്ന ദേശമാണ് നിങ്ങളുടെ യൂദയ. സമരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാത്തവർ. അപ്പൊ ഈശോ ശിഷ്യന്മാരെ ഒരു വലിയ കാര്യം ഏൽപ്പിച്ചു. എന്താണ് ഏൽപ്പിച്ചത്? നിങ്ങൾ എനിക്ക് സാക്ഷികളാണ്. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും നിങ്ങൾ എനിക്ക് വേണ്ടി വചനം പറയണം. ഈ വലിയ ദൗത്യം ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എന്നാൽ ശിഷ്യന്മാർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായില്ല. 9-ാം വചനം ഒന്ന് വായിച്ചേ. 9-ാം വചനം വായിക്കാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മോഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ഈശോ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആകാശത്തേക്ക് പോയി. വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം നേറ്റ് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മോഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്നറിയാവോ? ശിഷ്യന്മാരിങ്ങനെ ആകാശത്തോട് നോക്കി നിൽക്കുന്നു. ഈശോ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ പോയി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ വചനം നൽകുന്ന ആശ്വാസം, നിന്റെ വീട്ടിലും നിന്റെ വ്യക്തിപരമായ പരിചയത്തിലും നിന്റെ ജീവിതത്തിൽ തന്നെയും അടിസ്ഥാനപരമായി സ്വഭാവ രീതികളെ മാറ്റിമറിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന് സാധിക്കും. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. മക്കളെ, ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അപ്രകാരം സംഭവിക്കട്ടെ എന്നാണ്. അപ്രകാരം സംഭവിക്കട്ടെ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്രകാരം സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ, കുട്ടികളെല്ലാരും പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നതനുസരിച്ച്, പരിശുദ്ധാത്മാവരുടെ സ്നേഹം കാണിക്കുന്നതനുസരിച്ച് നമ്മുടെ അന്തരീക്ഷം മാറാൻ തുടങ്ങും, നമ്മുടെ ജീവിത ശൈലികൾ മാറാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള അവസ്ഥയ്ക്ക് അടിമുടി ഒരു മാറ്റം വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു.
അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇതാ ശിഷ്യന്മാരിൽ വന്ന് നിറഞ്ഞതോടുകൂടി അവരുടെ ജീവിത ശൈലിയിൽ അടിസ്ഥാനപരമായി ഒരു മാറ്റം സംഭവിച്ചു. വലതുകരം ഉയർത്തിപ്പിടിച്ചേ, ഉച്ചത്തിൽ എന്റെ കൂടെ ഏറ്റുപറയണം. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം നമ്മുടെ കൂട്ടായ്മയിൽ സംഭവിക്കപ്പെടുകയാണ്. ഇങ്ങനെയെന്ന് നമ്മൾ വളരെയധികം ഭാരപ്പെടുന്നുണ്ടാവും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, നീ നിന്നായിരിക്കുന്ന അവസ്ഥയോർത്ത് നീ അപമാനപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, കരയേണ്ട. മറിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ബൈബിൾ തുറക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനം ശ്രദ്ധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 1 and 2. 1-ാം അധ്യായം 1-2 തിരുവചനം വായിച്ചാലോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ഭാഷയാണ്? ഹീബ്രു ഭാഷയാണ്, ഹെബ്രായ ഭാഷയാണ്. റൂഹ എലോഹിം. പറഞ്ഞേ, റൂഹ എലോഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ശക്തി എന്നാണ്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ നിശ്വാസം എന്നിങ്ങനെയാണ് ആ വാക്കിന്റെ അർത്ഥം. റൂഹ എലോഹിം. ഉച്ചത്തിൽ പറഞ്ഞ റൂഹ എലോഹിം. അപ്പൊ രൂപരഹിതമായവയ്ക്ക് മുകളിൽ, ശൂന്യമായവയ്ക്ക് മുകളിൽ, അന്ധകാരമായവയ്ക്ക് മുകളിൽ ഈ റൂഹ എലോഹിം, ദൈവത്തിന്റെ ആത്മാവ് കാറ്റ് വീശിയതനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് രൂപം ലഭിച്ചു. ശൂന്യത മാറി നിറവുണ്ടായി, അന്ധകാരം മാറി അവിടെ അഭിഷേകം നിറഞ്ഞു, പ്രകാശം നിറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ആരംഭം മുതൽ നമ്മളോട് പറയുന്നത്, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ ഈ റൂഹ എലോഹിം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. വിശ്വസിക്കുന്നവരെന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. കറങ്ങി നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനാ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. എന്ന് പറഞ്ഞാൽ മറ്റ് മതസ്ഥരുടെ അടുത്ത്, അല്ലെങ്കിൽ മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകളുടെ അടുത്ത്, അല്ലെങ്കിൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ചില ആളുകളുടെ അടുത്ത് ഭാവി അറിയാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. ദൈവത്തെയും ദൈവകാര്യങ്ങളും ഉപേക്ഷിച്ച് മറ്റൊരു വഴിക്ക് പോയേക്കരുത്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന ചിലരോടാണ് ഇത് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്.